മനുഷ്യന്റെ മസ്തിഷ്കവും ചിന്താമൂല്യങ്ങളും. ബുദ്ധിമാൻ ദൈവരാജ്യം കാണുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. വിവേകികൾ ജ്ഞാനം സ്വീകരിക്കുകയില്ല എന്ന് വചനം പറയുന്നുണ്ട്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മാറ്റി ഈ ജ്ഞാനം ഞാൻ ശിശുവിന് വെളിപ്പെടുത്തും എന്ന് യേശുക്രിസ്തു തൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യ, ഇതിൽ നീ ഉൾപ്പെടാതെ സൂക്ഷിക്കുക. എന്തുകൊണ്ടെന്നാൽ നിന്റെ മസ്തിഷ്കം വളരുന്നു, നിന്റെ മനസ്സ് ചിന്താമൂല്യതയുള്ളതാകുന്നു, നിന്റെ തലച്ചോറ് ബുദ്ധി കൊണ്ട് നിറയുന്നു. അപ്പോൾ നിന്റെ ആത്മാവ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. എന്തുകൊണ്ടാണ് ആത്മാവ് വളരാത്തത്? അവൻ പ്രാർത്ഥന അരൂപിയിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. പ്രാർത്ഥനയിലൂടെ കടന്നു വരുന്ന മനുഷ്യൻ ദൈവ സാന്നിധ്യം അനുവദിക്കുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുന്നു, മനുഷ്യനെ മാനിക്കുന്നു. ബുദ്ധിമാനാകട്ടെ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവന്റെ ബുദ്ധിയുടെ മണ്ഡലം ചിന്താമൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് ആലോചനാ ശക്തിയുള്ള മനസ്സിന്റെ ഉടമയാണ് ബുദ്ധിമാൻ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മാറ്റി ജ്ഞാനം ശിശുവിന് ഞാൻ വെളിപ്പെടുത്തും എന്നൊരു തിരുവചനം ക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് ആ ജ്ഞാനം അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവൻ ജോസഫിന്റെ മകനല്ലേ? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? ഇവൻ ഒന്നും പഠിക്കാഞ്ഞിട്ട് ഈ ജ്ഞാനം എവിടെ നിന്ന് എന്ന് നിയമജ്ഞരും പരീശരും പുരോഹിതരും യേശുവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു കൊടുത്ത മറുപടി ഇതാണ്: എൻ്റെ ജ്ഞാനം എൻ്റെ പിതാവിനാൽ എനിക്ക് നൽകപ്പെട്ടതാണ്. എൻ്റെ പിതാവിനെ കൂടാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രവൃത്തികൾ മൂലമെങ്കിലും അറിയുവിൻ. ഞാൻ സ്വമേധയാ അല്ല പ്രവർത്തിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. പിതാവിനെ കൂടാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് പിതാവ് എന്നോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ടാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. പിതാവിനെ കൂടാതെ പുത്രനൊന്നും ചെയ്യുന്നില്ല. പിതാവ് കാണിക്കുന്ന വഴിയിലൂടെ തന്നെയാണ് പുത്രൻ പോകുന്നത്. പുത്രൻ ഏതു വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്? പിതാവ് വെളിപ്പെടുത്തിയ ജ്ഞാനത്താൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ബ്രദർ വോയിസ് ഇല്ല ബ്രദർ. ഓക്കെ. ഇന്ന് ഒരു ശിഷ്യൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇന്നതായിരുന്നു: പുള്ളിയുടെ അറിവിൽ വെച്ചാണ് ചോദിക്കുന്നത്. ചോദ്യം: ഒരു കന്യാസ്ത്രീ സന്യാസി ജീവിതത്തിന് വേണ്ടി പഠിച്ച് മഠത്തിൽ പോയി സന്യാസിനി ആയി കഴിഞ്ഞാൽ പിന്നീട് അവർ ആ സന്യാസി വേഷം മാറ്റി വിവാഹം
കഴിച്ചു കുടുംബജീവിതം നയിക്കുന്നതിൽ പാപമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പരിശുദ്ധാത്മ തന്ന ആൻസർ ഇതായിരുന്നു: സന്യാസി ജീവിതം തെരഞ്ഞെടുക്കുന്ന വ്യക്തി സന്യാസിനിയായിട്ട് ജീവിക്കാനാണ്. കുടുംബജീവിതം തെരഞ്ഞെടുക്കുന്ന വ്യക്തി കുടുംബജീവിതം നയിക്കുവാനാണ്. രണ്ട് ജീവിതങ്ങളെ നിലനിർത്തുന്നത് വിശുദ്ധ ബൈബിളാണ്. വിവാഹത്തിന് വേണ്ടി നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ വിവാഹ സമയത്തും പുരോഹിതൻ ചോദിക്കുന്നു, ജോസഫെ മറിയയെ നിനക്ക് ഇഷ്ടമാണോ? മറിയമേ ജോസഫിനെ നിനക്ക് ഇഷ്ടമാണോ? രണ്ടുപേരും അതെ അവരുടെ മനസ്സമ്മതം തുറന്നു കാണിക്കും. പുരോഹിതൻ വേദപുസ്തകം എടുത്ത് വലത് കൈകൾ അതിൽ വെച്ചതിന് ശേഷം അവർക്കൊരു ഉപദേശം ചൊല്ലിക്കൊടുക്കും. ഇന്നു മുതൽ മരണം വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ഏതവസ്ഥയിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് തിരുവചനം സാക്ഷിയായി വിശുദ്ധ ബൈബിളിൽ കൈവച്ച് സത്യം ചെയ്തിട്ടാണ് വിവാഹം നടത്തുന്നത്. ഒരു സന്യാസിനിയും അങ്ങനെ തന്നെയാണ്. അവൾ വിശുദ്ധ വചനത്തിൽ കൈവച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൽ ജീവിച്ചു കൊള്ളാമെന്ന് ഏക മനസ്സോടെ ദൈവവചനം സാക്ഷി ചെയ്തുകൊണ്ട് പുരോഹിതനിൽ നിന്ന് സന്യാസി ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് ഒരിക്കലും ആ സന്യാസിനി മറ്റൊരു ജീവിതത്തിലേക്ക് മടങ്ങുക സാധ്യമല്ല. ഏതു പ്രതിസന്ധികളെയും ഏതു പ്രയാസങ്ങളെയും ഏതു രോഗങ്ങളുമായിക്കൊള്ളട്ടെ വിശുദ്ധ ബൈബിളിൽ കൈവച്ച് ജീവിതത്തെ വേർതിരിക്കുന്ന നിമിഷം മുതൽ ക്രിസ്തുവിനും ദൈവത്തിനും സാക്ഷിയാകാനാണ് നാം ഈ ജീവിതം തെരഞ്ഞെടുക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഒരിക്കലും വിവാഹമോചനമോ സന്യാസി ജീവിതമോ അതിൽ നിന്ന് വേർപെടുത്തുക ആരാലും സാധ്യമല്ല. കാരണം വിശുദ്ധ വചനമാണ് അവന്റെ സാക്ഷ്യം, ദൈവസമക്ഷമാണ് പുരോഹിത സാക്ഷ്യം. യേശു പറഞ്ഞതും അങ്ങനെ തന്നെ, എൻ്റെ സാക്ഷ്യം സത്യമാണ്, എൻ്റെ വചനം സത്യമാണ്, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. സത്യത്തിൽ നിൽക്കുന്നവൻ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എൻ്റെ വചനമാണ് സത്യം. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് ഏതു വാക്കായാലും അത് സത്യമായിരിക്കണം. അവിടെ വെച്ച് നമ്മൾ ഉടമ്പടി എടുക്കുന്നെങ്കിൽ ആ ഉടമ്പടിയും ദൈവവചനവും സത്യമായി നമ്മൾ പാലിക്കപ്പെടേണ്ടവരാണ്. നാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവ പാലിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അത് നാം ഏത് സഹനത്തിലൂടെ ആയാലും ആ ജീവിതത്തെ പൂർത്തിയാക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് നമ്മൾ പഠിക്കുവാൻ കുട്ടികളെ പള്ളികളിൽ പോലും ചർച്ചിൽ പോലും ബൈബിളിൽ പോലും വേദപാഠ ക്ലാസ്സുകളിൽ പോലും അറ്റൻഡിങ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഉന്നത വിദ്യാസമ്പന്നതയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയമോ ഏതു മീഡിയമായാലും കുട്ടികൾ പഠിക്കുന്നത് ബുദ്ധിമാന്മാരാകാനാണ്. എന്നാൽ ജ്ഞാനം പഠിക്കുന്നത് ആത്മാവിലാണ്. ഒരു ശിശുവിനെ ദൈവം നമ്മുടെ കൈകളിൽ തന്നാൽ ആദ്യം അവനെ പഠിപ്പിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥമാണ്. അവന്റെ ദൈവത്തെ അവൻ അറിയുവാനാണ് ദൈവം പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കേണ്ടത് ദൈവവചനമാണ്. ഒന്നാം സ്റ്റഡി
ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വചനം പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല. കാരണം അവൻ സ്വർഗസ്ഥനായ പിതാവിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിനെ പറ്റി യേശു എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. യേശു തന്റെ പിതാവിനെ പറ്റി മാത്രമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ. വചനം, പിതാവാണ് വചനം. ആ വചനങ്ങളെല്ലാം നമ്മുടെ മക്കളെ നമ്മളും പഠിക്കാനാണ് യേശു വചനമായി ലോകത്തിലേക്ക് വന്ന് വിശുദ്ധ ഗ്രന്ഥമായി തീർന്ന് ഇന്ന് ഉപദേശം നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. നമ്മുടെ മക്കൾക്ക് ബൈബിളിലെ ഒരു വാക്യം പോലും അറിയത്തില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം, ടോപ്പ് വിദ്യാഭ്യാസം, അങ്ങനെ അവർ വളർന്ന് അവരുടെ മുൻപിൽ ദൈവമില്ല. കാരണം അവരുടെ പിതാവിനെയോ അവരുടെ മാതാവിനെയോ അവരറിയുന്നില്ലെന്നുള്ളതാണ്. 5 മണിക്കോ 6 മണിക്കോ 9 മണിക്കോ സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടി വരുന്നത് 5 മണി സമയത്താണ്. ഈ കുട്ടിയുടെ ഈ സമയങ്ങൾ മുഴുവനും ഇന്റലിജൻസ് ആണ്. അവന്റെ ബുദ്ധിക്ക്, മൈൻഡിന് ആവശ്യമായതാണ് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത്. അല്ലാണ്ട് അവൻ ദൈവത്തെ പറ്റി പഠിക്കുന്നില്ല, ദൈവവചനത്തെ പറ്റി പഠിക്കുന്നില്ല, സാഹോദര്യ സ്നേഹത്തെ പറ്റി പഠിക്കുന്നില്ല. ഈ ലോകത്തിന്റെ സർവാത്മജ്ഞാനം സ്വീകരിച്ച് അവൻ ബുദ്ധിമാനായി ടോപ്പ് ഒന്നിൽ ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ഏത് തലങ്ങളിലും അവന്റെ മൈൻഡും ബുദ്ധിയും മാത്രമാണ് അവൻ ഇന്റലിജൻസ് ചെയ്യുന്നത്. ഇവിടെ യേശു ആകട്ടെ പിതാവിനോട് കൂടെ, പിതാവിൽ നിന്ന് വന്ന് പിതാവിനോട് കൂടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പിതാവിന്റെ രാജ്യത്തെ പറ്റിയാണ് യേശു പഠിപ്പിച്ചത്. ഒരു ഇന്റലിജൻസും പഠിപ്പിച്ചിട്ടില്ല, ഈ ലോകത്തെ പറ്റിയും പഠിപ്പിച്ചിട്ടില്ല. ഉപമകളിലൂടെ ഈ ലോകത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ച് ജനത്തിന് സാരോപദേശം നൽകിയതുപോലെയാണോ നാം നമ്മുടെ മക്കളെ നേർവഴിക്ക്, ദൈവസന്നിധിയിലേക്ക്, ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാൻ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഈ കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. അപ്പം ദൈവത്തിന്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവും, ദൈവത്തിന്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കണമെങ്കിൽ നാം ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ വചനത്തിൽ ക്രിസ്തു പറയുന്നത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിന്നിലെ പാപമനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ആത്മീക മനുഷ്യനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധരിച്ചു കഴിയുമ്പോൾ നീ അന്വേഷിക്കുന്നത് പിതാവിനെ പറ്റിയാണ്. പിതാവായ ദൈവത്തിന്റെ വചനം നീ തേടുകയാണ്. പുതിയ മനുഷ്യനാകുമ്പോൾ അപ്പം നിന്നിലെ പാപ മനുഷ്യൻ നിന്നെ വിട്ടുപോകുന്നു. പുതിയ മനുഷ്യനായ ക്രിസ്തു നിന്നിൽ പ്രവേശിക്കുന്നു. ആ നിമിഷം മുതൽ നീ വചനത്തെ തേടുന്നു, നിന്റെ പിതാവിനെ നീ കണ്ടെത്തുന്നു. അവിടെയാണ് യേശു പറയുന്നത്, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു തരും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിച്ചാൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ വരെ നിങ്ങൾക്ക് നൽകത്തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഈ തിരുവചനത്തെ നമ്മൾ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയാണെങ്കിൽ ആത്മാവിന് ഉചിതമായ ജീവിതം നയിക്കുവാനാണ് ദൈവം നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിന് വേണ്ടിയല്ല, ഭൗതിക ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാനും
ക്രിസ്തുവിലൂടെ ദൈവരാജ്യം നമുക്ക് ലഭിക്കേണ്ടതിനുമാണ് ക്രിസ്തു പുതിയ സൃഷ്ടിയായി ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തുവിലൂടെയാണ് നാം ദൈവത്തെ കണ്ടെത്തുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താമെന്ന് ആഗ്രഹിക്കേണ്ട. കാരണം തിരുവചനം പറയുന്നത് ഇങ്ങനെ തന്നെ: നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പിതാവിന്റെ അരികിലേക്ക് പോകുന്നത് കൊണ്ട് സഹായകൻ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. അവൻ വന്ന് നിങ്ങളോട് നീതിയെ പറ്റിയും ന്യായത്തെ പറ്റിയും സത്യത്തെ പറ്റിയും പഠിപ്പിക്കും. ഈ സത്യാത്മാവിനെ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം അവൻ എന്നെയോ എന്റെ പിതാവിനെയോ അറിയുന്നില്ല. ഞാനാകട്ടെ അവിടുത്തെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.